പാർട്ടി സമ്മേളനം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ CPM-ൽ അടിപൊട്ടുകയാണ്. പിണറായിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് മുതിർന്ന നേതാക്കളും മുൻ മന്ത്രിമാരുമായ PK ഗുരുദാസനും G സുധാകരനും. രണ്ടുപേരും മുൻ മന്ത്രിമാർ എന്ന് മാത്രമല്ല, CPM അണികൾക്കിടയിൽ ഏറെ വേരോട്ടമുള്ള രണ്ടു നേതാക്കന്മാരാണ്, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാർ. അവർ പറയുന്നത് പ്രായപരിധിയിൽ ഒരു തവണ കൂടി പിണറായി വിജയന് ഇളവ് നൽകേണ്ട ആവശ്യമില്ല, അതിന്റെ കാര്യമില്ല എന്നുള്ളതാണ്. വളരെ കൃത്യവും വ്യക്തവുമായാണ് മുതിർന്ന CPM നേതാവ് PK ഗുരുദാസൻ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇടയ്ക്ക് പിണറായി വിജയനെ മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാം, അപ്പോൾ അവർക്ക് അനുഭവ പരിചയവും ഉണ്ടാകും. അല്ലാതെ പിണറായി വിജയനെ തന്നെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരുന്നാൽ അതിന് കാര്യമൊന്നുമില്ല. CPM-ൽ നേതൃദാരിദ്ര്യമില്ലെന്നും P രാജീവും KN ബാലഗോപാലും MP രാജേഷും എന്ന 3 മന്ത്രിമാർ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും ഗുരുദാസൻ വ്യക്തമാക്കുന്നു. ആ 3 പേരുടെ പേര് മാത്രം എടുത്തു പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. പഴയ VS പക്ഷത്തെ പോരാളികയായിരുന്നു PK ഗുരുദാസൻ. പിന്നീട് പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നെങ്കിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ 3ാം തവണ അവസരം നൽകാതിരുന്നതിൽ അന്നേ അദ്ദേഹത്തിന് പിണറായി വിജയനോട് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. നമുക്കറിയാം, VS പക്ഷത്തായിരുന്നു KN ബാലഗോപാലൻ ആദ്യം, അതുപോലെ തന്നെ P രാജീവും VS പക്ഷത്തിന്റെ പോരാളിയായിരുന്നു. MP രാജേഷും പാലക്കാട്ട് നിന്ന് വളർന്നു വന്നത് തന്നെ VS അച്യുതാനന്ദന്റെ കീഴിൽ തന്നെയായിരുന്നു. അങ്ങനെ പണ്ടത്തെ തങ്ങളുടെ ശിഷ്യന്മാരെ ഉയർത്തിക്കൊണ്ടുവന്ന് ആ 3 പേരാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് CPM നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളവർ എന്ന് PK ഗുരുദാസൻ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള നേതാക്കളുടെ പിൻബലത്തോടു കൂടിയാണ്. കഴിഞ്ഞ തവണ മുകേഷിനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ PK ഗുരുദാസൻ ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായി വിമർശനം ഉന്നയിച്ചിരുന്നു. മുറിവേറ്റ പഴയ നേതാവ് തക്കം വന്നപ്പോൾ ഇപ്പോഴിതാ ആഞ്ഞടിച്ചതാണ് എന്ന് പലരും കരുതി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിയിൽ വലിയ വിള്ളലുണ്ടാക്കാൻ PK ഗുരുദാസന്റെ ഈ പ്രസ്താവന മതി എന്നാണ് പാർട്ടി പലരും കരുതുന്നത്. പ്രായമാണ് പ്രശ്നമെങ്കിൽ 75 വയസ്സ് തികയുന്ന ദിവസം തന്നെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം തുറന്നടിച്ചു. പിണറായി വിജയനെ നോക്കി തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. മറ്റൊരു മുതിർന്ന നേതാവായ G സുധാകരനും അത് തന്നെ പറഞ്ഞിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണ മത്സരിച്ചവരെ ഒഴിവാക്കിയതോടെ കഴിഞ്ഞ തവണ വലിയ നേതൃനിരയ്ക്ക് മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു. മന്ത്രിസ്ഥാനത്തും 2ാം വട്ടം പ്രമുഖ നേതാക്കളും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഈ അമർഷം ഈ പറഞ്ഞ 2 നേതാക്കളിലൂടെ പുറത്തു വരികയാ മാത്രമായിരുന്നോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവർ ഉറ്റുനോക്കുന്നത്. ഏതായാലും പാർട്ടിയിൽ നിന്നും ചെറിയ രീതിയിൽ അകന്നു നിൽക്കുകയും പാർട്ടിക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്ന ഈ 2 നേതാക്കൾ ഇപ്പോൾ പിണറായി വിജയനെയാണ് സമ്മേളന നഗരിയിലുള്ളവർക്ക് ശത്രുവായി കാണിച്ചിരിക്കുന്നത്. നിലവിലെ പാർട്ടി നേതൃത്വത്തിലെ ചിലരുടെയെങ്കിലും വികാരമാണ് ഈ മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്ന് സംശയിക്കുന്നവരുമുണ്ട്. അത് തന്നെയാണ് സത്യം.